അപ്പോൾ നമ്മുടെ ഹവായിലെ ഫൈനൽ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു അലോഹ ടവർ കാണിക്കാമെന്ന്. ഈ കാണുന്നതാണ് നമ്മുടെ അലോഹ ടവർ. 1926 കേട്ടോ അലോഹ ടവർ കംപ്ലീറ്റ് ആയത്. ഇത് വൈക്കിക്കിയിൽ നിന്ന് വൈക്കിക്കി ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് ഓളം ഉണ്ട്. ബൈ ടാക്സി ആണ് പറയുന്നത്. 15 മിനിറ്റോളം, വാക്കിംഗ് ഡിസ്റ്റൻസ് അല്ല, ഒരു 15 മിനിറ്റ് ഉണ്ട് അലോഹ ടവർ ടു വൈക്കിക്കി പോകുന്നത്. ഈ അലോഹ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 184 ഫീറ്റാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം അതിൻ്റെ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ആണ്. അലോഹ ഈ ഒരു ഏരിയയിൽ അലോഹ എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് അലോഹ ടവറിൻ്റെ ഉണ്ടോ, അതിൻ്റെ ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും. 184 ഫീറ്റ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ലുക്കൗട്ട് ചെയ്യാൻ ഹാർബർ പൈലറ്റ്സിന്. ആ കാണുന്നത് നമ്മുടെ ഷിപ്പാണ്. അത് ഇപ്രാവശ്യം അലോഹ ടവറിൻ്റെ വളരെ ക്ലോസ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇവിടാണ് ഇത് പോർട്ട് വന്നിരിക്കുന്നത്. ഈ 2011 ഹവായി പസഫിക് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ളതാണ് ഈ അലോഹ ടവർ. യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ ക്ലോക്കുകളിലൊന്നായിരുന്നു അലോഹ ടവർ എന്ന് പറയുന്നത്. അവിടെ നമുക്കതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഏകദേശം 4 പതിറ്റാണ്ടുകളായി ഹവായിയൻ ദ്വീപിൻ്റെ ഏറ്റവും ഉയർന്ന കെട്ടിടമാണ് അലോഹ ടവർ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റോറി അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഞാനീ പറഞ്ഞ ആ ഒരു ഡീറ്റെയിൽസ് തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതിൻ്റെ ഹൈറ്റും ഏത് വർഷമാണെന്നും അതെല്ലാം അവിടെ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഹവായ ദ്വീപിൻ്റെ ഒരു ലാൻഡ്മാർക്ക് തന്നെയാണ് ഈ അലോഹ ടവർ എന്ന് പറയുന്നത്. ഈ ഹവായി എന്ന് പറയുന്ന ഒരു ദ്വീപാണ് കേട്ടോ. 4 ചുറ്റും കടലാൽ ഉള്ള ഒരു ദ്വീപാണ് ഹവായി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മെയിൻ ലാൻഡ്മാർക്ക് തന്നെയാണ് ഈ അലോഹ ടവർ എന്ന് പറയുന്നത്. ഈ അലോഹ ടവറിൻ്റെ അവിടെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ട് തന്നെയാണ് അലോഹ എന്ന് പറയുന്നത്. ഹവായി എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസാണ് ഹവായി എന്ന് പറയുന്നത്. എത്തിച്ചേരാൻ കുറച്ച് ഇതുണ്ടെങ്കിലും ഈ ഷിപ്പ് ടൂർ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഷിപ്പിൽ തന്നെ ഇപ്പം തന്നെ നമ്മുടെ ഷിപ്പ് വരുന്നത് പോലെ തന്നെ ഒരുപാട് ഷിപ്പുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ.